2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിക്മ എക്സാം എഴുതുന്ന കുട്ടികൾക്കായി പുതിയ മാതൃകയിൽ തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്ത ചോദ്യങ്ങളുടെ ശരിയുത്തരത്തിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. 1. ഖുർആനിൽ സൂറത്തുൽ നാസിനും സൂറത്തുൽ ഇഖ്ലാസിനും ഇടയിലുള്ള സൂറത്ത് ഏത്? ഓപ്ഷൻസ്: ഖുറൈശ്, ഫലഖ്, കാഫിറൂൻ, കൗസർ. ശരിയുത്തരം ഫലഖ്. താഴെ കൊടുത്തവയിൽ നബി അല്ലാത്തത് ആര്? ഓപ്ഷൻസ്: മൂസ, ഈസ, ഇബ്രാഹിം, മുൻകർ. ശരിയുത്തരം മുൻകർ. താഴെ കൊടുത്തവയിൽ നല്ല കൂട്ടുകാരുടെ ഗുണമേത്? പരസ്പരം സഹായിക്കുക, പരസ്പരം വെറുക്കുക, ഉപദ്രവിക്കുക, കളിയാക്കുക. ശരിയുത്തരം പരസ്പരം സഹായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എത്രാമത്തെ വയസ്സിൽ? 63, 73, 62, 72. ശരിയുത്തരം 63. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കുടുംബത്തിൽപ്പെട്ടവരാണ്? ഖുറൈശി, അൻസാർ, നജ്ജാർ, ഹാഷിം. ശരിയുത്തരം ഹാഷിം. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. ഈ പ്രാർത്ഥന എപ്പോഴാണ് പറയേണ്ടത്? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ബിസ്മി ചൊല്ലാൻ മറന്നാൽ, ഓർമ്മ വരുമ്പോൾ, കൈ കഴുകുമ്പോൾ. ശരിയുത്തരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ബിസ്മി ചൊല്ലാൻ മറന്നാൽ, ഓർമ്മ വരുമ്പോൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ എത്തിച്ചു നൽകിയ മലക്ക്? മീകായിൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം. ശരിയുത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. മക്കയിലെ അറബികൾ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത് ആരെയായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അബൂലഹബിനെ. ശരിയുത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 മൃഗങ്ങളുടെ പേര് അറബിയിൽ എഴുതുക. എക്സാമ്പിൾ: ബക്കറത്ത്, ജമല്. ആദ്യത്തെ അക്ഷരം ചേർത്ത് കൊടുത്ത് പക്ഷികളുടെ പേര് പൂർത്തിയാക്കുക. ദജാജത്തുൻ, ഖുറാബുൻ, ബബഗാഉൻ, ദീക്കുൻ. താഴെ കൊടുത്ത അക്ഷരങ്ങളിൽ നിന്നും 2 മൃഗങ്ങളുടെ പേരുകൾ കണ്ടെത്തി എഴുതുക. ജീമ്, മീമ്, ലാമ്. ജമലുൻ, അലിഫ്, സീന്, ദാല്, അസദുൻ. അറബി അക്കത്തിലും അക്ഷരത്തിലും നമ്പർ എഴുതുക. ചിത്രങ്ങൾ എണ്ണി നോക്കിയിട്ട് അറബി അക്ഷരത്തിലും അക്കത്തിലും നമ്പർ എഴുതുക. 11 ബുർത്തുക്കാലൻ, 12 ബുർത്തുക്കാലൻ, 13 ബുർത്തുക്കാലൻ. നിറം നൽകാം, കണ്ടെത്താം. ഒരു അറബി മാസത്തിൻ്റെ പേര് താഴെ കളങ്ങളിൽ നിന്നും കണ്ടെത്തി നിറം നൽകുക. അറബി മാസത്തിൻ്റെ പേരുകളിൽ വരുന്ന അക്ഷരങ്ങൾക്ക് മാത്രം നിറം നൽകുക. ആൻസർ: ദുൽഹജ്ജ്. ശരിയുത്തരത്തിന് നിറം നൽകുക. ആദ്യത്തെ ഖലീഫ: അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പദസൂര്യൻ പൂർത്തിയാക്കാം. താഴെ കൊടുത്തവയിൽ നിന്നും യോജിച്ച വാക്കുകൾ തിരഞ്ഞെടുത്ത് പദസൂര്യൻ പൂർത്തിയാക്കുക. ഇവിടെ ഇസ്ലാം കാര്യങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷഹാദത്ത് കലിമ, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. നിറം കൊടുത്ത് വഴി കാണിക്കാം. അറബി മാസങ്ങളുടെ പേരുകൾ മാത്രം വരുന്ന കളങ്ങൾക്ക് നിറം നൽകി സൈദിന് തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്കുള്ള വഴി കാണിക്കൂ. അപ്പോൾ അറബി മാസങ്ങൾക്ക് മാത്രം നിറം നൽകുക. ഏതൊക്കെയാണ് അറബി മാസങ്ങൾ? റമളാൻ, സഫർ, റജബ്, ശൗവാൽ, ദുൽഹജ്ജ്.
ചിത്രം തിരിച്ചറിഞ്ഞ് ക്രമത്തിൽ നമ്പർ നൽകുക. നിസ്കാരത്തിലെ പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് ക്രമത്തിൽ നമ്പർ കൊടുക്കുക. തക്ബീറത്തുൽ ഇഹ്റാം, റുക്കൂഅ്, സുജൂദ്, അത്തഹിയാത്ത്, സലാം വീട്ടുക. ഒരു മുസ്ലിം കലാരൂപത്തിൻ്റെ പേര് താഴെ കളങ്ങളിലുണ്ട്. കണ്ടെത്തി നിറം നൽകൂ. അക്ഷരങ്ങൾ നോക്കിയിട്ട് മുസ്ലിം കലാരൂപത്തിൻ്റെ പേര് കണ്ടെത്തുക. ഏതാണ്? കോൽക്കളി. യോജിച്ചവ ചേർത്ത് വരയ്ക്കാം. അസ്സലാത്തു ഖൈറും മിനന്നൗം, സുബഹി ബാങ്ക്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, അൽഹംദുലില്ലാ, ഭക്ഷണം കഴിച്ച ശേഷം. ശരി ഉത്തരത്തിന് നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത് ഏത്? ഓപ്ഷൻസ്: മീലാദുൻ നബി, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ, റബീഉൽ അവ്വൽ. ശരി ഉത്തരം ഈദുൽ അദ്ഹ. താഴെ പറയുന്നവയിൽ ആരുടെ പേര് കേൾക്കുമ്പോഴാണ് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടത്? ആദം, ഉമർ, ജിബ്രീൽ, ആമിന. ശരി ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ് താഴെ. ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഫിത്ർ, സക്കാത്ത്, ലൈലത്തുൽ ഖദർ, ത്വവാഫ്, തറാവീഹ്. ശരി ഉത്തരം ത്വവാഫ്. ജമാഅത്ത് നിസ്കാരത്തിൽ മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്നത് ആര്? ഖത്വീബ്, ഖാളി, ഇമാം, മഅ്മൂം. ശരി ഉത്തരം ഇമാം. കൂട്ടത്തിൽപ്പെടാത്ത പദമേത്? ഖലമുൻ, സയ്യാറത്തുൻ, കിതാബുൻ, മഖാദുൻ. ശരി ഉത്തരം സയ്യാറത്തുൻ. കഴിഞ്ഞ വർഷത്തെ ബലിപെരുന്നാൾ നാം ആഘോഷിച്ചത് എന്ന്? ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 1, മുഹറം 10, ശവ്വാൽ 1. ശരി ഉത്തരം ദുൽഹജ്ജ് 10. ഇസ്ലാം കാര്യങ്ങളിൽ നമസ്കാരം കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ഏത്? നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഷഹാദത്ത് കലിമ. ശരി ഉത്തരം സക്കാത്ത്. ഖുർആനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട്? 30, 114, 116, 43. ശരി ഉത്തരം 114.